എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ സ്തുതി പാടി എന്നെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകൾ എനിക്കെങ്കിലും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോരു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോരു സ്തുതി. നന്ദിയോടെ സ്തുതി പാടി എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ. നന്ദിയോടെ സ്തുതി പാടി എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ സ്തുതി പാടി എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ
വാഴ്ത്തിടുവിൻ യേശുരാജാതിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാ
കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിലല്ലൻ എന്റെ വാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ലൻ എന്റെ വാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി പിന്നിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളിൽ നീ ഞാൻ കാത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ റിയാംബോസെറ്റെറി വൈനം താരം പ്രകടം പ്രകടം വിമനാരബലാശം താര ചുടമന വൈനം താരം പ്രകടം റിമനാരിമലാശം താര യേശു ക്രിസ്തു എന്നു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ലോകത്തിൽ താരൻ വേഗം വരും രാജരാജനായി മാറിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ റിമാന ശൈലാധാര ചുടമല രഗനഗരഗദര വൈനം ചാരം രഗനം റിയാംദോരോലോ സെറ്റെറി റിബരബലബലബല ശുടവാരഗദേരമല ശബ്ദാര ചൂന താര താര ധീരാലാദോ റിമാന ശൈലാര ചുടമന വൈനം ചാരം രഗനം 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 റിബരാരിബല ചുടമന രഗനഗരഗദര വൈനം ചാരം രഗനം റിമോനോ സെറ്റെറി വൈനം ചാരം രഗനം രഗനം ചിബിലി ബിലി 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 റിയാംദോ സെറ്റെറി റിമോലോറോ റിമാന ചൂടാര ധാര ധാര ചുടമന വൈനം ചാരം രഗനം 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 ചിബിലി ബിലി 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 ബിലി
boloro roko. Ribarari bala shamdara bala shulabala ragada ragada. Riandoro lo boro sekeri bolo. Rimana la rianderi ala shantara. Ribarari bala shulabala wainam kalam ragadam ragadam. Rimolo ro dorolo. Rimana la rianderi ala shanteria. Rimana rimana chili biri 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 biri. Lamro sheteri boloro doro. ഇരുളിനിരിക്കാൻ കഴിയാതെ വണ്ണം വെളിച്ചം വീശട്ടെ. ഇരുളിനിരിക്കാൻ കഴിയാതെ വണ്ണം വെളിച്ചമാകുന്ന ക്രിസ്തു ഇപ്പോൾ ഇവരുടെ ഉള്ളങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ലാബ്രോ ശൈതാരാലാരിയാന്തേരിയ റിബോലോറോറോ തോരോലോബോ റിമാനാലാരിയാന്തേരിയ ലാബ്രോ ശൈഡബല ശിഡബനരകൾ തരാലബ റിമോനോറോറോ തോരോലോ വിഖരാതരാലബ റിബിരി ബിരി 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 ചിബിരി ബിരി ബിരി ലാശച്ചാരാ റിബോലോറോറോ തോരോലോബോ റിയാന്തേരിയ ലാദൽ പ്രൈഡബല റിമോനോറോറോ തോരോലോ റിയാന്തേരിയ ലാശച്ചാരാ റിബോലോറോ റിക്കാരാലറിയാന്തേരിയ വൈഡം ചാരബലം റിമനാലറിയാന്തേരിയ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ഇന്ന് പകലിൽ ഇവരുടെ മേൽ വെളിച്ചത്തങ്ങ് പകർന്ന കൃപയ്ക്കായി. ചില ഇരുളിന്റെ വ്യാപാരങ്ങൾ, ഇരുളിന്റെ മൂടുപടങ്ങൾ ഇന്ന് പകലിൽ അങ്ങ് പൊളിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. കേൾക്കുമ്പോൾ തന്നെ സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. ബൈബിളിലുള്ള എല്ലാവരും ബൈബിൾ എടുക്കുക. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ നിന്ന് നടത്തണമേ. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അവസാന വാക്യം ഒരുമിച്ച് വായിക്കാം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക.
ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഇതിൽ ദാവീദ് പറയുന്നത്, ഈ ഒരു സങ്കീർത്തനം എടുക്കാൻ നമുക്ക് പല രീതിയിലും നമുക്കതിനെ വിഭജിക്കാം. കർത്താവിനോടുള്ള പ്രാർത്ഥന, കർത്താവിൻ്റെ ആലയത്തോട് ചേർന്നിരിക്കാനുള്ള ദാവീദിൻ്റെ വാഞ്ച, കർത്താവ് നമ്മുടെ കോട്ടയാണ്, നമ്മുടെ സങ്കേതമാണ്, ദൈവത്തിലുള്ള ആശ്രയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സങ്കീർത്തനത്തെ പറയാം. ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ്, ഇതിൽ യഹോവയാകുന്ന വെളിച്ചം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. യഹോവയാകുന്ന വെളിച്ചത്തെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം തരുവാൻ കർത്താവിന് കഴിയും. തന്നെ ഉപദ്രവിക്കാൻ വരുന്ന ശത്രുക്കളുടെ മേൽ നിന്ന് ഇടറി വീഴുവാൻ പലപ്പോഴും ചാൻസ് ഉണ്ടായിരുന്നപ്പോഴും അതിലെല്ലാം അതിജീവിക്കുവാൻ ഈ വെളിച്ചമാകുന്ന ക്രിസ്തു ഉള്ളിലുള്ളത് കൊണ്ട് അത് അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പ് ഈ സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സങ്കീർത്തനക്കാരന് ദൈവാലയത്തിൽ വസിക്കുവാൻ അതിയായ ആഗ്രഹമാണ്. ദൈവത്തോട് ചേർന്ന് എപ്പോഴും ഇരിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കുക എന്നുള്ള കാര്യങ്ങൾ. ആലയത്തിൽ പാർത്ത് തൻ്റെ മനോഹരത്വം കാണുവാനും, കർത്താവിൻ്റെ മനോഹാരിതയെ വർണ്ണിക്കുവാനും, അത് കാണുവാനും, ദൈവത്തിൻ്റെ മനോഹാരിതയുടെ ആഴങ്ങളിലേക്ക് പോകുവാനും, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാനും ഈ സങ്കീർത്തനക്കാരൻ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ കഷ്ടകാലങ്ങളിൽ ദൈവം ഒരു നല്ല നടത്തിപ്പുകാരനായി, നല്ല സംരക്ഷകനായി നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങളെ പാറമേൽ നിർത്തി നിങ്ങളെ വലിയൊരു സ്ഥാനത്തേക്ക് നിർത്തുവാൻ വെളിച്ചമാവുന്ന യഹോവയ്ക്ക് കഴിയും. നിങ്ങളുടെ അപ്പനമ്മ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാതെ നിങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ കഴിവുള്ള ഒരു യഹോവയാണ് നമ്മുടെ ദൈവം. കർത്താവിൻ്റെ വെളിച്ചത്തെ നമ്മുടെ ഉള്ളിലാക്കി ഇരുളിനിരിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെയൊക്കെ കർത്താവിൻ്റെ വെളിച്ചത്താൽ ക്രിസ്തുവിൽ നടത്തുവാൻ നിങ്ങളെല്ലാവരും ഈ സങ്കീർത്തനത്താൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തന പ്രബോധനങ്ങളിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ശബത്ത് ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കും തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച അങ്ങയുടെ സന്നിധിയിലായിരിക്കും തന്ന വിലയേറിയ അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവെ. ലോകത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയോ വ്യക്തികൾ ഈ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ കണ്ടിട്ട് ഈ ദിവസത്തെ കാണാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ, അവരെക്കാൾ ഒട്ടും വിശേഷത ഉള്ളവരില്ലെങ്കിലും കർത്താവ് ഒരു ദിവസം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാമെന്നുള്ള ഒരു മധ്യസ്ഥതയും പ്രകാരം കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലാക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഈ ആഴ്ചത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഈ ആഴ്ചയിൽ ഞങ്ങൾ യാത്ര ചെയ്ത എല്ലാ സ്ഥലങ്ങളും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ ദൂതന്മാരുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഈ ആഴ്ച നൽകിയ നന്മകൾക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഓരോ നന്മകൾക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾ അർഹിക്കാത്ത നന്മകൾ തക്ക സമയത്ത് ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ ഈ ദിവസങ്ങൾ നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. അങ്ങ് നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദി പറയാതിരിക്കാൻ
പറയാൻ കഴിയുകയില്ല കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് അർഹതയില്ലാത്ത നന്മകൾ അങ്ങ് നൽകി ഞങ്ങൾ നടത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സാമ്പത്തിക മേഖലയിലും ജോലി മേഖലകളിലും മറ്റ് എല്ലാ കാര്യങ്ങളും അങ്ങ് നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും മറച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇതിലൊന്നും അർഹരല്ലെങ്കിലും കർത്താവ് അങ്ങയുടെ വലിയ സ്നേഹത്താൽ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ആ കർത്താവിന് നമുക്ക് മനസ്സ് നിറഞ്ഞ സ്തോത്രം പറയാമോ, നന്ദി പറയാമോ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. അങ്ങ് ഞങ്ങളെ അറിയുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. ലോകത്തിൽ കോടാനുകോടി വ്യക്തികൾ ഉണ്ടായിട്ടും കർത്താവെ അങ്ങ് ഞങ്ങളെ അറിയുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങളൊരു വിശേഷത ഉള്ളവരില്ലെങ്കിലും കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നിന്നും വന്നുപോയിട്ടുള്ള ഓരോ കുറവുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഓരോ കുറവുകളെയും കർത്താവെ ക്ഷമിക്കണമേ. അതിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത്രയും നല്ലൊരു സഭ അങ്ങ് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ സഭയിൽ ഞങ്ങൾ ആക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവിധ പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സഭയിലെ 25 കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവയുടെ ഓരോ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. സ്തുതിക്കുന്നു. ഓരോ ദിവസവും അങ്ങ് അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. സാമ്പത്തികമായ വിഷയങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് സ്വർഗത്തിന്റെ കലവറ തുറന്ന് ഓരോ വ്യക്തികളെ അങ്ങ് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. അങ്ങ് സമ്പന്നനാകുന്നുവല്ലോ കർത്താവ്. അങ്ങ് മഹാസമ്പന്നനാകുന്നുവല്ലോ കർത്താവെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പുതിയ വഴികളെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ എന്നുള്ള വചനം പറയുന്നത് കർത്താവ്. ഒരു മുട്ടുമില്ലാതെ കർത്താവ് ഓരോ വ്യക്തികളെ അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഞെരുക്കത്തിന്റെ ഇടുക്കത്തിന്റെയും ശക്തി എല്ലാം മാറ്റി കർത്താവ് സമൃദ്ധിയുടെ തലത്തിലേക്ക് ഓരോ വ്യക്തികളെയും കർത്താവ് ഈ ദിവസങ്ങൾ അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. രോഗികളായിരിക്കുന്ന വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പൂർണ്ണമായ ഒരു വിടുതൽ ഓരോ വ്യക്തികൾക്ക് ഈ നിമിഷം തന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൂതന്മാരുടെ സാന്നിധ്യത്താൽ ഓരോ വ്യക്തികളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. വരും ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമായി നിൽക്കുവാൻ ഓരോ വ്യക്തികളെ അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം. എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നല്ലോ കർത്താവ് വചനം പറയുന്നത് കർത്താവ്. എല്ലാവർക്കും അങ്ങ് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. പൈശാചികമായ ബന്ധനങ്ങളിലായിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വിടുതലിന്റെ ശക്തി അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ തന്നെ ഒരു വിടുതലിന്റെ പുതിയൊരു ശക്തി അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. അങ്ങയുടെ നാമത്തിന് പ്രയോജനപ്പെടുന്ന വ്യക്തികളായി ഓരോ വ്യക്തികളെ അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിന് പ്രയോജനപ്പെടുന്ന വ്യക്തികളായി ഓരോ വ്യക്തികളെയും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ സാക്ഷിയുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന വ്യക്തികളാക്കി ഓരോ വ്യക്തികളെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഫലം കായ്ക്കുന്ന ഒരു വർഷമായി അങ്ങ് ഈ ഓരോ വ്യക്തികൾക്കും ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ നാമത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന വർഷമാക്കി ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ സഭയെ ഒന്നുകൂടെ അങ്ങയുടെ കൃപയും സാന്നിധ്യം നിറയ്ക്കണം. ഓലത്താനി ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓലത്താനി ദേശത്തിന് ചുറ്റുള്ള ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. സ്തോത്രം. ഇരുമ്പും കാന്തവും തമ്മിൽ ആകർഷിക്കും പോലെ കർത്താവ് ഓരോ വ്യക്തികളും സഭയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ദിവസങ്ങളാക്കി അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ ദൂതന്മാരാൽ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെ അങ്ങ് സംരക്ഷിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. പുതിയ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാം അങ്ങ് ചന്തോചിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. തക്ക സമയത്ത് തന്നെ എല്ലാം ചന്തോചിതമായി അങ്ങ് ആലയത്തിൽ പ്രവേശിപ്പിക്കേണ്ട കൃപ അങ്ങ് നൽകണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ലീഡേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കായി സ്തുതിക്കുന്നു കർത്താവെ. കൂടുതലായി ശക്തമായ അങ്ങ് നാമത്തിന് നിൽക്കുവാൻ ഓരോ വ്യക്തികളെ അങ്ങ് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭൗതികവും ആത്മീയവുമായ നന്മകളാൽ ഓരോ ദിവസവും അങ്ങ് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. കാട്ടാക്കട തിരുവനന്തപുരം റൂട്ടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആ ദേശത്ത് അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുവാൻ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതുവരെ കാണാത്തൊരു അഭിഷേകത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് തന്നെ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന ഒരു തലത്തിലേക്ക് അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വചനത്താൽ അങ്ങ് വിടുതൽ ഓരോ വ്യക്തികൾക്കും ഇന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ മാനവും മൗത്തും അങ്ങേക്ക് തന്നെ ആയിരിക്കട്ടെ. ആരാധനയുടെ ശേഷ ഭാഗങ്ങളിലും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന
നല്ല പിതാവേ, ആമേൻ. ഇന്ന് നമ്മൾ ഇതിനകത്ത് കേൾക്കുവാൻ പോകുന്നത് വെളിച്ചം എന്ന് പറയുന്ന ലൈറ്റ് എന്ന് പറയുന്ന വിഷയമാണ്. വെളിച്ചം, അത്ഭുത പ്രകാശമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ചലിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ പൂർണ്ണമായും കർത്താവിൻ്റെ കരത്തിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ രഹസ്യ പരസ്യ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ വെളിച്ചമാകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാനും ഇന്ന് സംസാരിക്കുന്ന വചനം നിങ്ങളോട് ഇടപെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കരുത്. പ്രത്യേകാൽ ഇന്ന് സങ്കീർത്തന പ്രവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ വലിയ കരം ചലിക്കുവാൻ, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവിക മറുപടി ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായി നിൻ്റെ കുടുംബത്തിനകത്ത് അറുപ്പാനും ഉടുപ്പാനും, നിൻ്റെ ഭാവിയെ, നിൻ്റെ തലമുറകളെ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ, നിൻ്റെ ഉപജീവന മാർഗത്തെ, നിൻ്റെ സന്തോഷത്തെ, നിൻ്റെ കുടുംബ ജീവിതത്തെ, നിൻ്റെ ഉപജീവന മാർഗത്തെ, നിൻ്റെ വിവാഹ ജീവിതം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ജീവിതം, നിൻ്റെ തലമുറകളുടെ ആരോഗ്യം, ബുദ്ധി, ഇതിനെല്ലാം അറുത്ത് മുടിച്ചു കൊണ്ടിരിക്കുന്ന ഇരുളുകൾ മാറിപ്പോകുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് വിഷയങ്ങൾ കാണും. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുവാൻ അറിയുന്ന വിഷയങ്ങളാണെങ്കിൽ ഈ സമയത്ത് കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. കർത്താവ്, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ഉപജീവന മാർഗത്തിനകത്ത് ഇങ്ങനൊരു വിഷയമുണ്ട് കർത്താവ്. എത്ര ഉപജീവന മാർഗം ചെയ്തിട്ടും കിട്ടാനുള്ള വരുമാനം കിട്ടാതെ എന്നെ അറുത്ത് മുടിച്ചു വയ്ക്കുന്ന ഒരു പ്രവൃത്തി, ഇരുട്ടിൻ്റെ പ്രവൃത്തി കൊണ്ട് കർത്താവെ, അതെന്നിൽ നിന്ന് മാറണം. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വെളിച്ചമാകുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലേക്ക് വാസം ചെയ്യണം. ഈ മൺകൂടാരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി മാറ്റണം. എന്നെ ഇതുവരെ മുടിച്ച എൻ്റെ ജീവിതത്തെ ഉയരില്ലെന്ന് വെല്ലുവിളിച്ച അത് ഏത് മേഖലയായാലും, നിങ്ങളുടെ ആരോഗ്യ മേഖല, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, കുഞ്ഞുങ്ങൾ, ഏത് മേഖലയായാലും, സഭയുമായുള്ള ബന്ധം, ശുശ്രൂഷ ബന്ധം, അഭിഷേക ബന്ധം, നിങ്ങളും പരിശുദ്ധാത്മാവുമായുള്ള സാന്നിധ്യം, ഇതിനകത്ത് അറുത്ത് മുടിച്ചു കൊണ്ട് നിൽക്കുന്ന ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങൾ നിങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചതിന് പൂർണ്ണമായും കുടഞ്ഞാട്ടെ. പൗലോസ് അപ്പോസ്തലൻ താൻ സ്ഥലത്ത് പോയ സമയത്ത് തൻ്റെ കയ്യിൽ അണലി ചുറ്റി എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. താൻ അത് തീയിലേക്ക് കുടഞ്ഞിട്ടുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. തീയിലേക്ക് കുടഞ്ഞിട്ടപ്പോൾ തന്നെ അത് തന്നെ കടിച്ചുവെന്നും താൻ മരിക്കുമെന്നും വിചാരിച്ചുകൊണ്ടിരുന്ന ബർബരന്മാരുടെ ഇടയിൽ നിന്ന് താൻ എഴുന്നേറ്റ് വന്ന ചരിത്രം നമുക്ക് തിരുവചനത്തിനകത്തുനിന്ന് കാണുവാൻ കഴിയും. നിൻ്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ഇരുളിനെ നീ പൂർണ്ണമായും കുടഞ്ഞാട്ടെ. നിൻ്റെ സ്വഭാവമാകുന്ന ഇരുളിനെ, നിൻ്റെ വാക്കാകുന്ന ഇരുളിനെ, നിൻ്റെ പ്രവൃത്തിയാകുന്ന ഇരുളിനെ, നിൻ്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെ ഇരുളിൻ്റെ സാന്നിധ്യങ്ങളുണ്ടോ അവയെല്ലാം നീ പൂർണ്ണമായും കുടഞ്ഞാട്ടെ. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഫ്രീ ആയി വേണം പോകാൻ. ഇതുവരെ നിങ്ങളായിരുന്നത് എങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞതുപോലെ അല്ല. ഇന്ന് മുതൽ ദൈവം എന്തിനാണോ നിങ്ങളെ ഈ സഭയുടെ അകത്ത് കൊണ്ട് വച്ചത് അല്ലെങ്കിൽ ആക്കിയത് എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് നീ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ മടങ്ങിപ്പോകണം. പിശാചിൻ്റെ കൊണ്ട് തിരിച്ചു പോകുന്നവനായിട്ടല്ല, സാത്താനെ കൊണ്ട് നിൻ്റെ ജീവിതത്തെ മുടിപ്പിക്കുന്ന വ്യക്തിയായിട്ടല്ല. കാരണം അത്ഭുത പ്രകാശത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിൻ്റെ ജീവിതം ഒരു അത്ഭുത പ്രകാശത്തിലേക്കാണ് മാറേണ്ടത്, ഇരുട്ടിലല്ല. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവിക കരം ചലിക്കുവാൻ ഇന്ന് പകൽക്കാലം പൂർണ്ണമായും പ്രാർത്ഥിച്ചാട്ടെ. നീ അന്ധകാരത്തിൽ കിടക്കേണ്ടവനല്ല. നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, ഞാൻ അന്ധകാരത്തിൽ കിടക്കേണ്ട വ്യക്തിയല്ല. തലയിൽ കൈ വയ്ക്കണമെങ്കിൽ കൈ വച്ചിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, ഞാൻ അന്ധകാരത്തിൽ കിടക്കേണ്ട വ്യക്തിയല്ല. ഇന്ന് ഞാൻ കാണുന്ന ഈ പ്രതികൂലങ്ങൾ, പിശാചിൻ്റെ പ്രവൃത്തികൾ, ഇരുളിൻ്റെ മകനോ അല്ല. മകളെന്ന് സഹോദരന്മാരും മകനുമെന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഇരുളിൻ്റെ മകനല്ല. ഞാൻ വെളിച്ചമാകുന്ന ക്രിസ്തുവിൻ്റെ മകനാകൊണ്ട്, കുടുംബമായവർ എൻ്റെ കുടുംബം യേശു എന്ന വെളിച്ചത്തിൻ്റെ മക്കളാകൊണ്ട്, മക്കളുള്ളവർ കർത്താവിൻ്റെ മക്കൾ, എനിക്ക് തന്ന മക്കൾ കർത്താവിൻ്റെ മക്കളാകൊണ്ട് ഇന്നു മുതൽ ഇരുൾ എൻ്റെ കുടുംബത്തിനകത്തോ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേലോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലോ, എൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ മേലോ വ്യാപരിക്കാതെ വണ്ണം പൂർണ്ണമായും എൻ്റെ ജീവിതത്തിനകത്തുനിന്ന് അവ അഴിഞ്ഞു മാറുവാൻ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇന്ന് ഞാൻ കേൾക്കുന്ന വചനമയച്ച് സൗഖ്യമാകുന്ന ദൈവത്തിൻ്റെ ദായക കൊണ്ടും പരിശുദ്ധാത്മാവാം ദൈവം ഈ സഭയ്ക്കകത്ത് ഇതിനെ ലീഡ് ചെയ്യുന്നത് കൊണ്ടും ഇന്ന് പകൽക്കാലം ഞാൻ അറിഞ്ഞും അറിയാതെയും എൻ്റെ ശരീരത്തിലോ ദേഹാത്മമണ്ഡലത്തിലോ
എൻ്റെ തലമുറകളുടെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അറുപ്പാനും മുടുപ്പാനും നിൽക്കുന്ന ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങളും സ്വാധീനങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ സ്വാധീനങ്ങളുടെ മേലും വെളിച്ചം ഇറങ്ങട്ടെ കർത്താവ്, വെളിച്ചം പ്രകാശിക്കട്ടെ. എവിടെ ഈ വെളിച്ചം വരുന്നോ അവിടെ ഇരുളിന് നിൽക്കുവാൻ കഴിയില്ലെന്ന് വചനം പറയുന്നു. ദേശത്തിനകത്തും കുടുംബത്തിനകത്തും വ്യക്തിപരമായ ജീവിതത്തിനകത്തും ഞാൻ തലമുറകളുടെ മുന്നേ ഒരു അനുഗ്രഹമായി തീരുവാൻ, ശപിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒരു അനുഗ്രഹത്തിലേക്ക് മാറുവാൻ, ഞാനാകുന്ന വ്യക്തി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ഞാൻ താമസിക്കുന്ന കുടുംബത്തിനകത്ത്, ഞാൻ ചെയ്യുന്ന തൊഴിലിൽ ഞാൻ ഒരു അനുഗ്രഹമായി തീരുവാൻ, ഇന്ന് പകൽക്കാലം ഞാനാകുന്ന വ്യക്തിയെ ഞാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികളുടെ മേലും ദൈവ സാന്നിധ്യം വെളിപ്പെടണം. ഇതുവരെ കാണാത്ത ഒരു വെളിച്ചം അത് ഇവരുടെ ജീവിതത്തിനകത്ത് പ്രകാശിക്കട്ടെ. ഇവർ ഇരുളിൽ നടന്നവരാണെങ്കിൽ കർത്താവെ, ഇരുളിൽ നടക്കുന്ന ഇവരെ അത് വെളിച്ചത്തിലേക്ക് നടത്തുന്ന പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവം യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ വ്യക്തികളുടെ മേൽ ചലിക്കട്ടെ. ഇവർ മനസ്സറിഞ്ഞ് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് ഇന്ന് ഈ സമയത്ത് തന്നെ ദൈവിക പ്രസൻസ് വെളിപ്പെടട്ടെ. ഈ സമയത്ത് തന്നെ ദൈവിക പ്രസൻസ് വെളിപ്പെടട്ടെ. ഈ സമയത്ത് തന്നെ ദൈവിക പ്രസൻസ് വെളിപ്പെടട്ടെ. ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ഒരു ചലനം ഇവരുടെ ദേഹി ആത്മമണ്ഡലത്തിൽ ഉണ്ടാകട്ടെ. ഇവർ അറിഞ്ഞോ അറിയാതെയോ നാഥ കർത്താവെ ചെയ്ത തെറ്റുകളിലോ കുറ്റങ്ങളിലോ ഇരുള് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവയോ ക്ഷമ ചോദിക്കുവാൻ തക്കമുള്ള ഒരു മനസ്സ് ഇവർക്ക് നൽകണം കർത്താവെ. ഈ സമയം മുതൽ ദൈവത്തിൻ്റെ അസാധാരണമായ ഫേവർ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഇരുളിൻ്റെ ഒരു ആധിപത്യങ്ങളും ഇതിനകത്ത് വ്യാപരിക്കാതെ വണ്ണം ഈ കുടുംബങ്ങളെ ഇന്ന് വെടിവെച്ചെടുക്കുവാൻ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഇവരെ കയറ്റിവിടുവാൻ തക്കവണ്ണം ഇന്നത്തെ വചനം ഇവരുടെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം ഇവരുടെ ബുദ്ധിമണ്ഡലത്തെ അങ്ങ് തുറക്കണം. 30, 60, 100 മേനിയായി വചനം നാഥ കർത്താവ് ഇവരുടെ മേൽ ചലിക്കുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കും. ദൈവിക കരം ചലിക്കും യേശുവിൻ നാമത്തിൽ തന്നെയും ആമേൻ. ഉച്ചത്തിലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ. ഇന്ന് കേൾക്കുന്ന നിങ്ങൾ ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയായി വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവ് എവിടെയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇരുളിൽ കടന്ന ജനത്തെ വീണ്ടെടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവൻ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ എന്ന് പറയുന്ന സുവിശേഷകൻ അല്ലെങ്കിൽ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷ ഭാഗത്തിനകത്ത് 1-ാം അധ്യായത്തിനകത്ത് 2 പേരെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന അധ്യായമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഒന്ന്, യോഹന്നാൻ എന്ന സ്ഥാപകൻ, അതായത് യേശുവിന് സ്നാനം കൊടുക്കുവാനായി അല്ലെങ്കിൽ യേശുവിന് വേണ്ടി വഴി ഒരുക്കുവാനായി വന്ന യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയെയും, എന്നാൽ അതിൻ്റെ പിന്നാലെ വരുന്ന ആ വെളിച്ചത്തെ വഴി ഒരുക്കിയ ശേഷം പിന്നാലെ വരുന്ന യേശുവാകുന്ന വെളിച്ചത്തെയും കുറിച്ച് സാക്ഷീകരിക്കുന്ന അധ്യായ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. വെളിച്ചത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തിരുവചനത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ പഠിക്കുകയാണെങ്കിൽ ധാരാളം അധ്യായങ്ങളിൽ ധാരാളം പുസ്തകങ്ങളുടെ അകത്ത് വെളിച്ചത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാരണം ബൈബിൾ പൂർണ്ണമായും വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും വെളിച്ചത്തിനെ ഒഴിവാക്കി നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ലോകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വെളിച്ചം ദുഃഖമാണുണ്ണി, ഇരുളല്ലോ സുഖപ്രദം. ഹല്ലേലൂയ. വെളിച്ചം ദുഃഖമാണെന്ന് ലോകം പഠിപ്പിക്കുമ്പോൾ തിരുവചനം പഠിക്കുന്നു വെളിച്ചമാണ് ഏറ്റവും നല്ലത്. നീ വെളിച്ചത്തിൽ ജീവിച്ചാൽ നീ പ്രകാശിക്കും, നിന്നിലൂടെ മറ്റനേകർക്ക് പ്രകാശം ലഭിക്കുകയും ചെയ്യും. അതേസമയം നീ ഇരുളിലാണെങ്കിൽ ഒരിക്കലും നിനക്കൊരു പ്രകാശമാകുവാൻ കഴിയില്ല. നിൻ്റെ കുടുംബത്തിലോ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനോ നിൻ്റെ ഉപജീവന മാർഗത്തിനോ നിൻ്റെ ഭാവിയിലോ ഒരു ഉണർവും അല്ലെങ്കിൽ ഒരു പ്രകാശവും ഉണ്ടാകില്ല. ആ പ്രകാശമില്ലായ്മയിൽ മറ്റുള്ളവരുടെ ജീവിതം കൂടെ നീ തകർക്കുമെന്നല്ലാതെ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നീ പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം നീയും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശമായ ക്രിസ്തുവിനോടൊപ്പം ചേരണം.
ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിനെ എവിടെ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ എവിടെ അകന്നിരിക്കുന്നോ, പ്രകാശമാകുന്ന ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ ഏത് ഭാഗത്തിൽ അകന്നിരിക്കുന്നോ ആ ഭാഗത്തിൽ ഉറപ്പായും ആരുണ്ടായിരിക്കും? ഇരുളുണ്ടായിരിക്കും. ഈ ഹാളിനുള്ളിൽ ഇപ്പോൾ നമ്മൾ പ്രകാശം അണച്ചു കഴിഞ്ഞാൽ, ലൈറ്റുകൾ അണച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരുൾ വരുന്നത് പോലെ നിൻ്റെ ദേഹി മണ്ഡലത്തിനകത്ത് എവിടെയൊക്കെ നീ ദൈവവുമായി അകന്നിരിക്കുന്നോ, നിൻ്റെ സ്വയ ഇഷ്ടത്തിലും നിൻ്റെ സ്വയ കാര്യത്തിലും സ്വയമായുള്ള എന്താ പറയുക എടുത്തുചാട്ടത്തിലും നിൻ്റെ സംസാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും എവിടെയൊക്കെ നീ ദൈവവുമായി അകലുന്നു അവിടെയൊക്കെ ആരാധിപത്യം കണക്കാക്കും? ഇരുള ആധിപത്യം കണക്കാക്കും. കാരണം പ്രകാശമുള്ളിടത്ത് ഇരുളിന് നിൽക്കുവാൻ കഴിയില്ല. ഇരുളുള്ളിടത്ത് പ്രകാശം വന്നാൽ ഇരുൾ ഓടി തന്നെ പോകേണ്ടി വരും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ വചനം നിങ്ങളാകുന്ന ജീവിതത്തിനകത്ത് ഇത്രയും വർഷക്കാലം നിങ്ങൾ ചിലപ്പോൾ 5 വർഷമോ 10 വർഷമോ 20 വർഷമൊക്കെ ആയി കാണും ചിലപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇരുളിൽ ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോടെല്ലാം ഞാൻ വിളിച്ചു പറയുന്നു, നിൻ്റെ ജീവിതത്തിനകത്ത്, നിൻ്റെ ഭാവനത്തിനകത്ത്, നിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ മക്കളുടെ മേൽ, നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ, നിൻ്റെ തലമുറമേൽ വെളിച്ചമാകുന്ന യേശുവില്ല എങ്കിൽ നിൻ്റെ ജീവിതം കൊണ്ടോ നിൻ്റെ ദേശം കൊണ്ടോ അല്ലെങ്കിൽ നിൻ്റെ കുടുംബം കൊണ്ടോ മറ്റൊരാൾക്കും പ്രയോജനം കാണില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് സങ്കടം മാറില്ല. ഒന്ന് മാറി എന്ത് ചെയ്യും? ഒരു സന്തോഷം വരുമ്പോൾ അടുത്തൊരു സങ്കടം വരും, അടുത്ത് വീണ്ടും സങ്കടം വരും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതേസമയം പ്രകാശത്തിൽ നടക്കുന്നവൻ, എപ്പോഴും പ്രകാശമാകുന്ന ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നവൻ, അവൻ്റെ ജീവിതത്തിൽ സങ്കടം വന്നാലും പ്രയാസം വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും മറ്റുള്ളവരെ പ്രകാശിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഒരു പ്രകാശമായി നീ തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മളിപ്പോൾ വായിച്ചു കേട്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, നീ ഏതു രീതിയിലുള്ള മനുഷ്യനായാലും, ഇന്നെന്നെ കേൾക്കുന്ന നീ വിശ്വാസിയാകട്ടെ, ഇനി മറ്റേതെങ്കിലും തരത്തിൽ ജീവിക്കുന്ന വ്യക്തിയാകട്ടെ, വിഗ്രഹങ്ങളെ സേവിക്കുന്ന വ്യക്തിയാകട്ടെ, ലോകപരമായി ജീവിക്കുന്ന വ്യക്തിയാകട്ടെ, ഏതു മേഖലയിൽ നീ ഇരുളിൽ കിടന്നാലും അവിടെ പ്രകാശിക്കുവാൻ യേശുവിന് വിട്ടുകൊടുത്താൽ ഉറപ്പായും ഈ വചനമാകുന്ന ക്രിസ്തു നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. ആ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. 2025 വർഷത്തിന് മുന്നേ 33.5 വർഷം ഈ ലോകത്ത് ജീവിച്ചു. 3.5 വർഷം പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ശുശ്രൂഷിച്ചു. പിതാവിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ കാൽവരി ക്രൂശിൽ മരിച്ച് പാപികളായിരുന്ന നമുക്ക് വേണ്ടി രക്ഷയേകി ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ആ വെളിച്ചം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആ വെളിച്ചമാകുന്ന യേശുവിനെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന നിൻ്റെ ജീവിതത്തിനെ പിടിച്ചു കെട്ടുവാൻ ഒരിരുളിനും കഴിയുകയില്ല. ഹല്ലേലൂയ. നീ ഇരുളിനുള്ളവളല്ല, ഇരുളിനുള്ളവനല്ല എന്ന് പറയണം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നീ വെളിച്ചത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്, നീ ഇരുളിനുള്ളവനല്ല, ഇനി നീ ഇരുളിൽ ജീവിക്കരുത്. ഹല്ലേലൂയ. സത്യം നിന്നെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. നമ്മൾ സത്യം അറിഞ്ഞാലും സ്വതന്ത്രമാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. പലപ്പോഴും സത്യം നമുക്കെന്തായാം അറിയാം, എങ്കിലും നമ്മൾ ഇങ്ങനെ ജീവിക്കൂ. ആര് പറഞ്ഞാലും നമ്മൾ അനുസരിക്കില്ല. നമ്മൾ വ്യക്തിപരമായി നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ പിടിച്ച് കെട്ടിയങ്ങ് വയ്ക്കും. വച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഇരുളിനോടൊപ്പം ജീവിക്കും. ഹല്ലേലൂയ. നന്നായി വളർന്നു വരേണ്ട, നല്ല തലമുറകളായി ജീവിക്കേണ്ട, നല്ല കുടുംബജീവിതത്തിൽ ജീവിക്കേണ്ട വ്യക്തികൾ നിസ്സാരം പോലെ ആത്മഹത്യയിലേക്കും കുടുംബജീവിതത്തിൻ്റെ തകർച്ചയിലേക്കും ആക്സിഡൻറ്റുകളിലേക്കും പ്രതികൂലത്തിലേക്കും കടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മൾ തിരുവനന്തപുരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എത്രയോ അടുത്ത് മരണങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മരിക്കും, പക്ഷേ അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് മരിക്കരുത്. നിനക്കൊരു നിത്യജീവനുള്ള ബോധമുണ്ടെന്ന് മനസ്സിലാക്കി ലോകത്തിലുള്ള ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം നീ ആ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കണം. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ദൈവവുമായൊരു ബന്ധം വരുമ്പോൾ ആ ബന്ധത്തിനകത്ത് ദൈവം ഇറങ്ങി വരും. ഇതിനെ തന്നെ 4-ാം വാക്യം, അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യേശുവിൽ അല്ലെങ്കിൽ വചനമാകുന്ന ക്രിസ്തുവിൽ എന്തുണ്ടായിരുന്നു? ജീവൻ ഉണ്ടായിരുന്നു. നീ എവിടെയൊക്കെ മരിച്ചോ അവിടെയൊക്കെ ജീവൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം? വെളിച്ചമാകുന്ന ക്രിസ്തു നിൻ്റെ ഉള്ളിൽ വാസം ചെയ്യണം. ഹല്ലേലൂയ.
കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് പറയാം, ജീവൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പറയാം. അപ്പോൾ കുറച്ച് ആഴത്തിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മരിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ആരോഗ്യ മേഖലയിൽ എവിടെയൊക്കെ മരിച്ചോ അവിടെ ജീവൻ വേണമെങ്കിൽ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ ഇന്ന് ഇതിനകത്തൊന്ന് കൂട്ടിക്കൊണ്ടു പോകണം. ഹല്ലേലൂയ. വെളിച്ചം എവിടെയൊക്കെ വാസം ചെയ്യുന്നോ അവിടെ ഒന്നും മരണം നിൽക്കുകയില്ല. അവിടെയൊക്കെ എന്ത് ചെയ്യും? ജീവനും ജീവൻ്റെ അധികവും വാഴുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് എവിടെ മരിച്ചുപോയി എന്ന് തോന്നുന്ന സ്ഥലത്തും അവിടെ യേശുവിന് വേണ്ടി നീ വിട്ടുകൊടുത്താൽ, ആ വെളിച്ചമാകുന്ന ക്രിസ്തുവിനോടൊപ്പം നടന്നാൽ, ആ ദൈവം നിന്നോടുകൂടെ ചേർന്നിരുന്നാൽ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്ത് ആ ഭാഗത്ത് ഇറങ്ങി വന്നാൽ ഉറപ്പായും ജീവൻ ഉണ്ടാകും. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഈ അധ്യായത്തിനകത്ത് പറയുന്ന 5-ാം വാക്യത്തിനകത്ത് പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. നിനക്ക് പറയാൻ കഴിയുമായിരിക്കും, എൻ്റെ മേലിരിക്കുന്ന ഇരുള്, അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നത്, എൻ്റെ കുടുംബത്തിനകത്ത് വാഴുന്നത്, അല്ലെങ്കിൽ ഇന്ന ആൾ വഴി വന്നത്, ഇന്ന മന്ത്രവാദം വഴി, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിനകത്ത് വന്ന ഇരുള് ഒരിക്കലും അഴിഞ്ഞു മാറില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. നിൻ്റെ ഇരുൾ എത്ര കടും കൂരിട്ടായാലും, നീ ഇരിക്കുന്ന സ്ഥലം തൊട്ടടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ബന്ധനത്തിൽ കിടന്നാലും, ഞാൻ ഇന്ന് വിളിച്ചു പറയാം, നീ ക്രിസ്തുയേശുവാകുന്ന വെളിച്ചത്തെ നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ, യേശുവേ ഇന്ന് എൻ്റെ പകൽക്കാലം എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ, ഇരുളിൽ കിടക്കുന്ന എന്നെ വെളിച്ചത്തിലേക്ക് അങ്ങ് നയിക്കണമേ, എൻ്റെ ജീവിതത്തിനകത്ത് ഇനി ഇരുൾ വാഴേണ്ട കർത്താവേ, വെളിച്ചം എൻ്റെ ജീവിതത്തിനകത്ത് മതി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഹൃദയം കൊണ്ട് ഒരു വ്യക്തിയെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് പറയുകയാണെങ്കിൽ, നീ എവിടെ ഇരുന്ന് പറഞ്ഞാലും അവിടെ വെളിച്ചമാകുന്ന യേശു ഇറങ്ങി വരും. ഇരുളിൽ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കില്ല. പ്രകാശമാകുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട്, പ്രകാശമാകുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവന്ന് നീ ആരെന്ന് കർത്താവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് അതിനുവേണ്ടി ഒരു വലിയ പദ്ധതി ഇതിനകത്ത് ഒരുക്കുക തന്നെ ചെയ്യും. ഒരിക്കലും വെളിച്ചത്തിന് ഇരുളിനെ വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയില്ല. നമ്മുടെ ഭവനത്തിനകത്തുള്ളൊരു റൂം ഇരുള് കയറി കിടക്കുകയാണെങ്കിലും അവിടെ ഒരു മെഴുകുതിരി വെളിച്ചം വന്നാൽ പോലും എന്ത് ചെയ്യും? അവിടെയുള്ള ഇരുള് ഓടിപ്പോവും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഏതു തരത്തിലുള്ള ഇരുളായാലും എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇനി ഭയപ്പെടരുത്. നമ്മൾ ഇരുളിനെ ഭയപ്പെടുന്നവരാണ്. യേശുവിനെ ഭയമില്ല. ആരാധനയ്ക്ക് എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ വരും. ദൈവഹിതമല്ലാത്തത് സംസാരിക്കും, ദൈവഹിതമില്ലാത്തതുപോലെ നടക്കും, ആരാധനയ്ക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരും. യേശുവിന് ഭയമില്ല. പക്ഷെ നിങ്ങൾക്ക് ആരെ ഭയമുണ്ട്? ആരെ ഭയമുണ്ട്? സാത്താനെ അല്ലെങ്കിൽ ഇരുളിനെ ഭയമാണ്. യഥാർത്ഥം നമ്മൾ ഭയപ്പെടേണ്ടത് വെളിച്ചത്തെയാണ്. ഹല്ലേലൂയ. വെളിച്ചം നിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇരുളിന് ഇരിക്കുവാൻ കഴിയില്ല. ഇരുളല്ല പവർ. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് ഇരുളിന് ഒരു വിലയും കൊടുക്കരുത്. നീ എവിടെയൊക്കെ ഇരുളിന് വില കൊടുക്കുന്നോ, എവിടെയൊക്കെ വെളിച്ചത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നോ, നീ എവിടെയൊക്കെ വെളിച്ചത്തെ സ്നേഹിക്കുന്നോ അവിടെയെല്ലാം ഇരുൾ വ്യാപരിക്കും. നിൻ്റെ ജീവിതത്തെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ യേശുവിനെ സ്നേഹിക്കണം. നിൻ്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കണം. ആ യേശുവിനോട് പറയണം, കർത്താവേ, വെളിച്ചമാകുന്ന അങ്ങ് എന്നിൽ വാസം ചെയ്യണം. നിൻ്റെ സ്വഭാവം തന്നെത്താനെ മാറും. നിൻ്റെ ആരോഗ്യ മേഖല ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നിൻ്റെ ദാമ്പത്തിക ജീവിതം ഒരുമിച്ച് ചേർന്ന് ജീവിക്കുവാൻ ദൈവം അനുവദിക്കും. നിൻ്റെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെ തകർത്തിയിട്ടോ, നിൻ്റെ മക്കളായിരിക്കാം, നിൻ്റെ കുടുംബക്കാരായിരിക്കാം, വ്യക്തിപരമായ ജീവിതത്തിനകത്തായിരിക്കാം, മനുഷ്യനുമായുള്ള അകൽച്ചയായിരിക്കാം, സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം, എന്തു തന്നെയായാലും അതിനകത്തെല്ലാം വെളിച്ചമാകുന്ന ക്രിസ്തു നിൻ്റെ ഉള്ളിൽ വാഴ്ന്നു തുടങ്ങുമ്പോൾ, അവൻ വാഴ്ച ആരംഭിക്കുന്ന ദിവസം മുതൽ നിൻ്റെ ജീവിതത്തിനകത്ത് ഉയർച്ച സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നീ സ്വന്തമായിട്ട് പറ, എന്നെ യേശു സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് ദൈവം, എൻ്റെ കർത്താവ് 2025 വർഷത്തിന് മുന്നേ കാൽവരി കുരിശിൽ മരിച്ചത്. ഇന്ന് ഞാൻ ഈ ജീവിക്കുന്ന സ്വഭാവത്തിൽ ജീവിക്കേണ്ട വ്യക്തി അല്ല. ഞാൻ ഇന്ന് ജീവിക്കുന്നത് പോലെ പിശാചിൻ്റെ അല്ലെങ്കിൽ ഇരുളിൻ്റെ ആധിപത്യത്തിൽ എന്നെ ആർത്തുമുറിപ്പാൻ വിട്ടുകൊടുക്കേണ്ട വ്യക്തി അല്ല. ഞാൻ ജീവിക്കുന്നത് വെളിച്ചമാകുന്ന ക്രിസ്തുവിലാണെങ്കിൽ ഞാൻ ജീവനും ജീവൻ്റെ അധികവും പ്രാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 5 വരെ വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന വാക്യത്തിനകത്ത്, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഹല്ലേലൂയ. പാഴും ശൂന്യമായിരുന്നു എന്ന് പറയുന്ന ഭൂമി, ആ ഭൂമിയുടെ മേൽ അല്ലെങ്കിൽ ഇരുള് വ്യാപരിച്ചിരുന്നിടത്ത് പരിശുദ്ധാത്മാവാകുന്ന ആത്മാവ് വ്യാപരിച്ചപ്പോൾ, അതിനകത്ത്, ആ ഇരുളിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനകത്ത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. എവിടെ ഇരുളായിരിക്കുന്നോ, എവിടെ നീ പാഴും ശൂന്യമായിരിക്കുന്നോ, അവിടെ വെളിച്ചമാകുന്ന യേശു ഇറങ്ങി വന്നാൽ ഉറപ്പായും നിൻ്റെ ജീവിതത്തിനകത്ത് പുനർസൃഷ്ടിപ്പുകൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ഭാവി, കുടുംബം, വ്യക്തിപരമായ ജീവിതം എല്ലാത്തിനും പുനർസൃഷ്ടിപ്പുകൾ നടക്കും. പാഴും ശൂന്യമായി പോയി, നിന്നെ ആർക്കും വേണ്ട, ഇനി എനിക്കൊരു ഉയർച്ച ഇല്ല, ഞാൻ തകർന്നവളാണ്, ഞാൻ തകർന്നവനാണ്, എൻ്റെ ജീവിതത്തിനകത്തുനിന്ന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന്, ഈ ആരോഗ്യ മേഖലയിൽ നിന്ന് എനിക്ക് കയറി വരുവാൻ കഴിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നീ പാഴും ശൂന്യമായിരിക്കുവാൻ കർത്താവ് അനുവദിക്കില്ല. നീ വിട്ടുകൊടുത്താൽ ആ പാഴും ശൂന്യമായിരിക്കുന്ന നിൻ്റെ മേൽ ഉണ്ടായിരിക്കുന്ന ഇരുളിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം പ്രവർത്തിക്കും. താൻ പരിവർത്തിച്ച് തുടങ്ങിയാൽ അതിനകത്ത് വെളിച്ചമുണ്ടാകും. ഹല്ലേലൂയ. വെളിച്ചമാകുന്ന യേശു അതിനകത്ത് ഇറങ്ങി വന്നതായി നമുക്ക് വായിക്കുവാൻ കഴിയും. അതിൻ്റെ 14-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ഇവിടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ വായിച്ചു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യനെ സൃഷ്ടിച്ചത്, വെളിച്ചമുണ്ടാക്കുവാൻ വേണ്ടി സൂര്യനെ സൃഷ്ടിച്ചത് 14-ാം വാക്യത്തിലാണ്. പകലും രാവിലും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളും കാലം, ദിവസം, സംവത്സരം എന്നിവയും തിരിച്ചറിയാൻ ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അതിൻ്റെ തൊട്ട് താഴോട്ട് വായിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ 3-ാം വാക്യത്തിനകത്ത് പറഞ്ഞ വെളിച്ചമാരാണ്? നമ്മുടെ യേശുവാണ്. പാഴും ശൂന്യമായിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുവാൻ കഴിയുന്ന, ഇരുളിനകത്ത് ഇറങ്ങി വരുവാൻ കഴിയുന്നത് സൂര്യൻ്റെ പ്രകാശത്തിനല്ല, ചന്ദ്രൻ്റെ പ്രകാശത്തിനല്ല, ഈ ലോകത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ദൈവങ്ങളെന്ന് പറയുന്നവർക്കല്ല. സർവസൃഷ്ടാവും സർവജ്ഞാനിയും സർവത്തെയും ചമച്ചവനായ എൻ്റെ യേശുവിന് മാത്രമേ ഇറങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. നിൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരുത്തണമെങ്കിൽ ആ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ യേശു ഇല്ലാതെ നിനക്ക് ഇരുളിൽ നിന്ന് പുറത്ത് വരുവാൻ കഴിയുകയില്ല. നീ എന്ത് തന്നെ പറഞ്ഞാലും, എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും, യേശു കടന്നു വന്നാൽ നിൻ്റെ ജീവിതത്തിനകത്ത് മാറ്റമുണ്ടാകും. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ ഫേവർ വെളിപ്പെടുകയും കർത്താവ് ഇറങ്ങി വന്ന് ചില ഇരുളുകളെ പൊളിക്കുകയും ചെയ്യുമെന്ന്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ഇരുളുകളെ ഇന്ന് പകൽക്കാലം കർത്താവ് പൊളിച്ചു മാറ്റും. ഇരുളിൻ്റെ മേൽ വാസം ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇരുളിൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയുന്ന യേശു ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങും. ഒന്ന് വിട്ടുകൊടുത്താട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ അല്പനേരം ഒന്ന് കരമടിച്ച് ആരാധിച്ചാട്ടെ. കർത്താവെ, ഇന്ന് പകൽക്കാലം എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഞാൻ എവിടെയൊക്കെ ഇരുൾ കണ്ടോ, എവിടെയൊക്കെ തകർച്ച കണ്ടോ, അവിടെ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പറഞ്ഞാട്ടെ. ഇന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിനകത്ത് വെളിച്ചമിറങ്ങും. കഴിഞ്ഞ നാളുകളിൽ നിന്നെ നോക്കി പലരും പറഞ്ഞില്ലേ, ഒരു പാഴാണ്, ഒരു ശൂന്യതയാണ്. അല്ലെങ്കിൽ നീ തന്നെ പറഞ്ഞില്ലേ, നിൻ്റെ ജീവിതം പൂർണ്ണമായും ശൂന്യതയാണ്, പാഴാണ്, എൻ്റെ ജീവിതം എന്താണ്, പാഴാണ്. പാഴ് ജന്മം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ പാഴ് ജന്മം എന്ന് പറഞ്ഞ വ്യക്തികളെ പുനർജനിപ്പിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. അങ്ങനെ യേശു ഇറങ്ങി വന്നപ്പോൾ, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പാഴായ ഭൂമിയുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ, ഇന്ന് കാണുന്ന രീതിയിൽ ഭൂമി ചന്തവും മുജിതവുമായി മനുഷ്യന് പാർപ്പാൻ സ്ഥലമായി മാറിയെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് ഇറങ്ങി വന്നാൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം ഇറങ്ങി വന്നാൽ, നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന ഇരുളുകൾ നിന്നിൽ നിന്ന് മാറിപ്പോകും. പാഴും ശൂന്യമെന്ന് നിന്നെ നോക്കി പറഞ്ഞവരുടെ മുന്നേ നിന്നെ കർത്താവ് മാനിക്കും. നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. പലരും നമ്മളെ നോക്കി പറഞ്ഞില്ലേ, എന്തിന് നീ ഇങ്ങനെ നടക്കുന്നു, നിന്നെ കൊണ്ട് എന്താണ് ഉപയോഗം,
നീ ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? അവരുടെ മുന്നേ കർത്താവ് നിന്നെ മാനിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ഇതൊരു പ്രവചന ശബ്ദമായി ഞാൻ ആരുടെ മേലൊക്കെ ഇടുന്നു. സ്വീകരിക്കുവാൻ കഴിവുള്ളവർ സ്വീകരിച്ചാട്ടെ. നിൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റി കൊടുത്താൽ നീ ഒന്ന് ടേണാക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്ന് വരെ ഞാൻ അറിഞ്ഞതുപോലെയല്ല, ഞാൻ ഇനി ജീവിക്കുന്ന ഇരുളിന് വേണ്ടിയല്ല, ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ യേശു എൻ്റെ ഈ മൺകൂടാരത്തിന് വാസം ചെയ്യുവാൻ, ഈ ശരീരം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വെളിച്ചത്തിന് വേണ്ടി ഞാൻ വിട്ടുതരുന്നുവെന്ന് പറയണം. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവൻ്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വരും. നീ ഏത് ടൈപ്പ് ഏരിയകളിൽ കിടന്നാലും, നീ എങ്ങനെ പെട്ട് കിടന്നാലും, നിൻ്റെ ജീവിതം ഉയരില്ലെന്ന് പറഞ്ഞാലും, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കരയില്ലേ? ആരും എന്നെ അറിയുന്നില്ല, ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല, എൻ്റെ ജീവിതം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ച ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞോട്ടെ, നിന്നെ കേൾക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും, നിന്നോട് സംസാരിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും, നിന്നെ നടത്തുവാൻ എൻ്റെ യേശുവിന് കഴിയും. കാരണം അവൻ സർവ്വ സൃഷ്ടികളുടെയും മധ്യവസം ചെയ്യുന്നവനാണ്. പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്നും നിനക്കും എനിക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. താൻ 33.5 വർഷക്കാലം മനുഷ്യന് വേണ്ടി മനുഷ്യനായി ജീവിച്ച ദൈവമത്രേ. ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ കരത്തിലേക്ക് നിന്നെ തന്നെ കൊടുത്താട്ട്. ഒരാളും അലംഭാവത്തോടെ ഇതിനകത്തിരിക്കരുത്. ഈ കേൾക്കുന്ന ഒരാളും ഇതിനകത്ത് അലംഭാവത്തോടെ ഇരിക്കരുത്. ഇത് എന്നോടാണെന്ന് സംസാരിക്കുന്നത്. അടുത്ത നിമിഷങ്ങളിൽ കർത്താവ് എന്നെ തൊടും. എൻ്റെ ജീവിതത്തിനകത്ത് വെളിച്ചമാകുന്ന കർത്താവ് ഇറങ്ങി വരും. എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് ഇരുളിൻ്റെ കളെ മാറ്റും. ഇനി ഞാൻ പിശാചിൻ്റെ പിടിയിൽ നിൽക്കുകയില്ല, എനിക്ക് ബോർഡർ വരച്ചതിൻ്റെ പിടിയിൽ നിൽക്കുകയില്ല. എനിക്ക് അടിസ്ഥാനമിട്ട എൻ്റെ കർത്താവിന്, ഭൂമിക്ക് അടിസ്ഥാനമിട്ട കർത്താവിൻ്റെ കൂടെ ഞാൻ വാസം ചെയ്യും എന്ന് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, യോഹന്നാൻ സുവിശേഷകൻ നേരത്തെ എഴുതിയ അദ്ദേഹമാണ് ഈ ലേഖന ഭാഗം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം കർത്താവിനോടൊപ്പം ചേർന്ന് നടന്ന വ്യക്തിയാണ്. 12 ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്ന ഒരു ശിഷ്യനാണ്. യേശുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു എന്ന് പറയുവാൻ കഴിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അത്രത്തോളം ഒരു ആത്മബന്ധം യേശുമായി പുലർത്തിയ ഒരു അപ്പോസ്തലനായിരുന്നു. ആ അപ്പോസ്തലൻ വീണ്ടും തൻ്റെ ലേഖന ഭാഗത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഹല്ലേലൂയ. വേറെ ആരോടല്ല ചോദിച്ചു, യേശുവിനോട് ചോദിച്ചു. യേശു പറഞ്ഞു കൊടുത്തു, ഞാൻ എന്താണ്? വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് വേറൊരാളോട് ചോദിച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കും? അവൻ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇനി അവനോട്, ആ ചോദിച്ച വ്യക്തിയോട് വേറെ ആൾ ബിജു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈ കേട്ടതിൻ്റെ പകുതി കളഞ്ഞിട്ട് വീണ്ടും പറയും. പക്ഷേ യേശുവിനോട് തന്നെ യോഹന്നാനും തൻ്റെ ശിഷ്യന്മാരും ചോദിച്ചു. കർത്താവ് പറഞ്ഞു കൊടുത്തു, ഞാൻ എന്താകുന്നു? വെളിച്ചമാകുന്നു. ദൈവത്തിൽ ഇരുളില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനകത്ത് ഇരുളില്ല. ഹല്ലേലൂയ. സർവശക്തനും സർവവ്യാപിയും സകലത്തെയും സൃഷ്ടിച്ച യാകുന്ന നാമമുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിനകത്ത് എന്തില്ല? ഇരുളില്ല. ഹല്ലേലൂയ. നമ്മൾ ഉണ്ടാക്കി വെച്ച ദൈവത്തിൽ ചിലപ്പം ഇരുൾ കാണുമായിരിക്കും. നാം ദൈവമെന്ന് പറഞ്ഞ് വിളിച്ച ദൈവങ്ങൾക്ക് ചിലപ്പോൾ ഇരുൾ കാണുമായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ നമ്മെ സൃഷ്ടിച്ച, ഈ ഭൂമിയെ സൃഷ്ടിച്ച, വിഗ്രഹങ്ങൾ വാസം ചെയ്യാത്ത, മൺകൂടാരമാകുന്ന നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിൽ വാസം ചെയ്യുന്ന ദൈവത്തിന് ഇരുളില്ല. ഹല്ലേലൂയ. നീ പറ, എൻ്റെ ദൈവത്തിന് ഇരുളില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇരുള് നിൽക്കില്ല. ഹല്ലേലൂയ. നിൻ്റെ ദൈവത്തിന് ഇരുളില്ലെങ്കിൽ, നീ അറിഞ്ഞ സത്യത്തിന് ഇരുളില്ലെങ്കിൽ, ആ ദൈവം നിന്നോടുകൂടെ വാസം ചെയ്യുമ്പോൾ നീ ഇരുളിൽ ജീവിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഉറപ്പില്ലാത്ത എന്താണ്? ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് ഇരുളില്ല, എനിക്ക് നല്ലതാണ് അറിയാം. എൻ്റെ ജീവിതത്തിനകത്ത് ഇരുൾ നിൽക്കാൻ പറ്റൂല. ഇരുളിൻ്റെ ഒരു സ്വഭാവത്തിലും എനിക്ക് ജീവിക്കാൻ പറ്റൂല. ഹല്ലേലൂയ. അപ്പോൾ ഇരുളിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസികളാണോ?
ഹല്ലേലൂയ. ഇരുളിൽ ജീവിക്കുന്നവൻ ദൈവത്തിനുള്ളവനല്ല. കാരണം ദൈവത്തിൻ്റെ മേൽ, ദൈവം എന്ന് പറയുന്ന അല്ലെങ്കിൽ യേശുവിൽ എന്തില്ല? ഇരുളില്ല. വചനം അങ്ങനെയാണ് പറയുന്നത്. ഇരുളില്ലാത്ത യേശുവിൽ വാസം ചെയ്യുന്നു എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്തു? ആ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ ഇരുളിൽ ജീവിക്കുവാൻ കഴിയില്ല. നീ ഇന്ന് ഇരുളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ സ്വഭാവം മാറ്റുവാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രവൃത്തി മാറ്റുവാൻ പറ്റുന്നില്ലെങ്കിൽ, നിൻ്റെ രഹസ്യ ജീവിതമോ പരസ്യ ജീവിതമോ നിൻ്റെ സംസാരമോ മാറ്റുവാൻ പറ്റുന്നില്ലെങ്കിൽ നീ യേശുവിലല്ല. ഹല്ലേലൂയ. നീ ആരാധിക്കുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, സഭയുടെ അകത്ത് കടന്നു വരുന്നുണ്ടായിരിക്കാം, ദശാംശ സ്വോത്ര വഴിപാടുകൾ ചെയ്യുന്നുണ്ടായിരിക്കാം, സഭയിൽ മുൻപന്തിയായി നിൽക്കുന്നുണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നീ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയെ അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷ ഭാഗത്തിലേക്ക് തന്നെ പോകാം. അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നു, യേശു പിന്നെ അവരോട് സംസാരിച്ചത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിക്കുന്നവൻ, കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുന്നവൻ, കർത്താവേ 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 യേശുവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ എന്താണ്? തന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നീ കരമടിക്കുന്നത് കൊണ്ട് കാര്യമില്ല. നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും കാര്യമില്ല. യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നവൻ എന്ത് ചെയ്യണം? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ അനുഗമിക്കുന്നവൻ ദേശത്തിൻ്റെ വെളിച്ചമായി തീരണം, സഭയുടെ വെളിച്ചമായി തീരണം, കുടുംബത്തിൻ്റെ വെളിച്ചമായി തീരണം. നിൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ കുത്തിനോവിക്കുന്നതോ വേദനപ്പെടുത്തുന്നതോ മറ്റുള്ളവരെ തകർക്കുന്നതോ ആയി തീരരുത്. ഹല്ലേലൂയ. നീ യേശുവിൻ്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ നിൻ്റെ ജീവിതം പൂർണ്ണമായും ആർക്ക് വേണ്ടിയുള്ളതായിരിക്കണം? ഹല്ലേലൂയ. നീ യേശുവിൽ ജീവിക്കുന്നുവെന്നും യേശുവിൽ നടക്കുന്നുവെന്നും യേശുവിനെ അനുഗമിക്കുന്നുവെന്നും യേശുവിനെ സ്നേഹിക്കുന്നുവെന്നും പറയുന്ന വ്യക്തിയാണെങ്കിൽ ഒരു സ്ഥലവും ദൈവത്തിൻ്റെ മുന്നേ മറയ്ക്കരുത്. നിനക്കൊന്നും മറയ്ക്കാൻ കഴിയില്ല കേട്ടോ. വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നിനക്കൊന്നും മറയ്ക്കാൻ പറ്റില്ല. എല്ലാം നഗ്നവും മലർന്നതുമായി ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ട്. പക്ഷെ നീ മറയ്ക്കുന്ന സ്ഥലമെല്ലാം എന്തു ചെയ്യും? ഇരുൾ വ്യാപരിച്ചുകൊണ്ടേ ഇരിക്കും. അവൻ അവിടെ ഇരുന്നുകൊണ്ട്, ആ ഇരുൾ അവിടെ ഇരുന്നുകൊണ്ട് നിൻ്റെ വ്യക്തിപരമായ ജീവിതം, നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, നീ നേരത്തെ പറഞ്ഞ എല്ലാം തകർക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നറിയാമോ? നമ്മൾ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും യേശുവിനെ അറിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലെന്ന് പറയും. ഹല്ലേലൂയ. അതാണോ സത്യം? അതാണോ സത്യം? ഇല്ല. യഥാർത്ഥ സത്യം എന്താണെന്നാണ്? നമ്മൾ ദൈവത്തിൽ നിന്ന് എവിടെയൊക്കെയോ മറച്ചു, എവിടെയൊക്കെ ദൈവത്തെ അറിയാതെ ജീവിച്ചു, ആ സ്ഥലങ്ങളിൽ ഇരുൾ വന്നതാണ്. ഇന്ന് പകൽക്കാലം നീ പൂർണ്ണമായും കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. നിൻ്റെ ഉച്ചം തല മുതൽ ഉള്ളംകാല് വരെ, അതിനകത്ത് വേറെ ഒന്നുമില്ലല്ലോ, അത്രയും ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. നിൻ്റെ അപ്പനറിഞ്ഞോ അമ്മയറിഞ്ഞോ സഹോദരനറിഞ്ഞോ നിങ്ങളുടെ മറ്റ് ബന്ധുക്കളറിഞ്ഞോ ആരും എന്ന് നിങ്ങൾ നോക്കണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് മനസ്സിലാക്കി ആ യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് പ്രകാശമുള്ളവരാക്കി തീർക്കും. ഭവനത്തിനകത്ത് മറ്റുള്ളവരെല്ലാം ഇരുളിനകത്ത് കിടന്നാലും, ലോകത്തിനകത്ത് മറ്റുള്ളവരെല്ലാം ഇരുളിനകത്ത് കിടന്നാലും, നീ സംസാരിക്കുമ്പോൾ ഇരുളിൽ കിടക്കുന്നവർ വെളിച്ചത്തിലേക്ക് വരുന്നത് നിനക്ക് കാണുവാൻ കഴിയും. നീ മറ്റുള്ളവർക്കൊരു പ്രകാശമായി തീരും. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്ന വ്യക്തിയായിട്ടല്ല, മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന വ്യക്തിയായിട്ടല്ല. നീ കാരണം മറ്റുള്ളവർ പ്രകാശത്തിലേക്ക് വരും. നീ കാരണം മറ്റുള്ളവർ യേശുവിനെ അനുഗമിച്ച് തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നിന്നിൽ വാസം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിപ്പാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് നിന്നോടൊപ്പം വാസം ചെയ്യുവാനും നിന്നോടൊപ്പം നടക്കുവാനും ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ ലേഖനം സുവിശേഷ ഭാഗം തന്നെ അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഇതാണ് നേരത്തെ ഞാൻ സംസാരിച്ചത്. ലോകത്തിൽ യേശു ഇരുന്ന സമയമെല്ലാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ലോകത്തിൽ വാസം ചെയ്യുന്ന നമ്മോടൊപ്പം യേശു ഇരുന്നാലും എന്തു ചെയ്യും?
നാം ലോകത്തിൻ്റെ വെളിച്ചമായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണമെങ്കിൽ യേശുവിനോടൊപ്പം നടക്കണം. യേശു എത്ര കാലം നിങ്ങളോടൊപ്പം ഉണ്ടോ അത്രയും കാലം എന്ത് ചെയ്യും? യേശുവിൻ്റെ മക്കളെന്ന് പറയുന്ന നിങ്ങൾ വെളിച്ചമായി നടക്കാം. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് വെളിച്ചം നഷ്ടപ്പെട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണുള്ളവന് കണ്ണ് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? പരിശുദ്ധാത്മാവാം ദൈവം നിന്നെ സ്നേഹിക്കുന്ന സമയത്ത്, കർത്താവ് നിന്നെ നടത്തുന്ന സമയത്ത്, ആ കർത്താവിനെ സ്വീകരിച്ച് സ്നാനമെടുത്ത് കർത്താവിന് വേണ്ടി രഹസ്യ പരസ്യ ജീവിതങ്ങളെ മാറ്റിവെച്ച് വിശുദ്ധ ജീവിതം നടത്തി നീ ആ വെളിച്ചത്തിൽ നടന്നാൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇന്നല്ലെങ്കിൽ നാളെ നിത്യരാജ്യത്തിൽ നീ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ലോകത്തിൽ വെച്ച് നിന്നെ ദൈവം മറ്റുള്ളവരുടെ മുന്നേ വെളിച്ചമാക്കി തീർക്കും. ഹല്ലേലൂയ. ആ വെളിച്ചത്തിന് അണയ്ക്കുവാൻ ഒരിരളിനും കഴിയുകയില്ല. കാരണം വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ഇരുളിന് കഴിയുകയില്ല. ഹല്ലേലൂയ. അവൻ ജയിച്ചു എന്ന് തോന്നുമായിരിക്കാം ഒരു നിമിഷത്തേക്ക്, അടുത്ത നിമിഷം എന്ത് ചെയ്യും? വെളിച്ചം നിന്നിൽ നിന്ന് വ്യാപരിക്കുന്ന സമയത്ത് തന്നെ ഇരുൾ നിന്നെ വിട്ട് ഓടിപ്പോവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫേസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അതിൻ്റെ 14 വരെ വായിക്കണം കേട്ടോ. അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്കുചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ലൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്വോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വൃത്യവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. നിങ്ങൾ അവരുടെ കൂട്ടാളിയാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അധ്യായം പൂർണ്ണമായി ഇതിൻ്റെ 14 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. എഫേസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 14 വരെ വായിക്കണം. വിശ്വാസികളെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. വിശ്വാസ ജീവിതത്തിൽ നയിക്കാത്തവരെ കുറിച്ച് പൗലോസ് എഴുതിയതല്ല. താൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ എരിവോടെ എഴുതി വച്ചിരിക്കുന്നു. ഇതിനകത്ത് പറയുന്നത് പോലെ, തിരുവചനത്തിനകത്ത് പല ഭാഗങ്ങൾ ഇതിനകത്ത് പറയുന്നത് പോലെ, ഒരു വിശ്വാസിയായിരിക്കുന്ന വ്യക്തിക്ക് ദുർനടപ്പ് പാടില്ല. ഹല്ലേലൂയ. യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും ചെയ്യരുത്. കാരണം ഇരുള് നിങ്ങളെ വ്യാപരിക്കും. ഹല്ലേലൂയ. ദുർനടപ്പിൽ നടന്നാൽ, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ വച്ച് പുലർത്തിയാൽ നിന്നെ ഇരുള് വ്യാപരിക്കും, ഇരുള് നിന്നെ ബന്ധിക്കും. ആ ഇരുളിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയില്ല. നീ വിശ്വാസിയല്ല, ദൈവത്തെ പിൻഗമിച്ച അല്ലെങ്കിൽ അനുഗമിക്കുന്ന വ്യക്തി ആയതുകൊണ്ട്. ഹല്ലേലൂയ. വെളിച്ചത്തെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദുർനടപ്പും കൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ നടന്നാൽ ഇരുളിന് നിൻ്റെ മേൽ അവകാശം കിട്ടും. നീ അവകാശം കൊടുക്കാതെ ആർക്ക് അവകാശമില്ല? ഇരുളിന് അവകാശമില്ല. ഹല്ലേലൂയ. നിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഇരുൾ നിൽക്കുന്നുണ്ടെങ്കിൽ എവിടെയോ അവൻ അവകാശമുണ്ട്. വെളിച്ചത്തെ കൊണ്ട് നടക്കുന്ന, വെളിച്ചമാകുന്ന നിൻ്റെ ഭവനത്തിനകത്ത് ഇരുൾ കടന്നു വന്ന് അവൻ ഇത്ര ആധിപത്യം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസി, നിൻ്റെ ജീവിതത്തിനകത്ത് എവിടെയോ നീ ദൈവവുമായി അകന്ന് ജീവിക്കുന്നുണ്ട്. നീ എവിടെയോ ദൈവത്തിൻ്റെ മുന്നേ നിന്നെ മറച്ചു പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ ലോകത്തിലുള്ള ഇഷ്ടമായിരിക്കാം, ലോകത്തിൻ്റെ മോഹമായിരിക്കാം, നിൻ്റെ ആഗ്രഹങ്ങളായിരിക്കാം. ഇതെല്ലാം എടുത്ത് കളയണം. കർത്താവിനോട് പറയണം, എനിക്ക് എൻ്റെ യേശു മാത്രം മതി. അതിൻ്റെ 4-ാം വാക്യം പറയുന്നു, അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്ത വാക്കുകൾ പറയുന്ന കണ്ടിട്ടില്ലേ? ആരെയും ബഹുമാനിക്കില്ല, തോന്നിയതുപോലെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്വോത്രമെന്ന അധരയാഗം മാത്രമേ ക്രിസ്തീയ ജീവിതത്തിനകത്ത് പാടുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയ ദിവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. മറ്റൊരു പേജിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മദ്യപാന്മാർ, വ്യഭിചാരികൾ,
ലോകത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഭയങ്കര വിശ്വാസിയായിരിക്കും, പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന ആരോടായിരിക്കണം? ലൈറ്റിനോടായിരിക്കണം, വെളിച്ചത്തോടൊപ്പം ചേർന്ന് ജീവിക്കണം. ഹല്ലേലൂയ. ഇരുളിൽ ജീവിക്കേണ്ടവൻ ഇരുളിൽ ജീവിക്കണം. വെളിച്ചവും വേണം ഇരുളും വേണം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നീ നിന്നെ തന്നെ നോക്കണം. വെളിച്ചമാകുന്ന യേശുവിന് ഇഷ്ടം നീ നിന്നെ നോക്കണം. നിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം. നീ വെളിച്ചത്തിൽ നടക്കണം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന സമയം ആദ്യം നമ്മളെ നോക്കണം. നോക്കിയിട്ട് എന്ത് ചെയ്യണം? വെളിച്ചത്തിലേക്ക് നമ്മൾ ആദ്യം നടക്കണം. ആ യേശുവിൻ്റെ കൂടെ ചേർന്ന് നടക്കണം. നീ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യത്തിനകത്ത് നീ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ, അല്ലെങ്കിൽ ആ ദുർനടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, എൻ്റെ യേശു ആകുന്ന വെളിച്ചം മതി എന്ന് പറഞ്ഞ് ജീവിച്ചാൽ, ഈ നാളുകളിൽ നിന്നെ കർത്താവ് ദേശത്തിലെ വെളിച്ചമാക്കി മാറ്റും. യേശുവിനെ നിന്നിൽ വെളിപ്പെടുത്തും. ഈ നാളുകൾ നിൻ്റെ ജീവിതത്തിനകത്ത്, ഈ അന്ത്യകാലത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ ഫേവറുകൾ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. എവിടെ നീ പാഴും ശൂന്യമായിരുന്നു അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. നമ്മളെല്ലാവരും എന്താണ്? 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിനകത്ത് പറയുന്നതാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവർ അല്ല. അതിനകത്ത് പറയുന്നത് പോലെ ഞാൻ യേശുവിനോടൊപ്പം ജീവിക്കുവാൻ ഇറങ്ങിയ ഞാൻ വെളിച്ചത്തിൻ്റെ മകളാകുന്ന ഞാൻ, അല്ലെങ്കിൽ മകനാകുന്ന ഞാൻ, ഇരുളിനും രാത്രിക്കും ഉള്ളവനല്ല. ഇന്ന് പകൽക്കാലം മുതൽ ഈ മൺകൂടാരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകൊണ്ട് ഞാൻ വെളിച്ചത്തിനുള്ളവനാണ്. എൻ്റെ മേൽ ഇനി ഒരു അവകാശങ്ങളും നിൽക്കുകയല്ല. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഇന്നു മുതൽ ഒരു അവകാശവും നിൻ്റെ മേൽ നിൽക്കാതെ ഈ കേട്ട വചനമെടുത്ത് ഏറ്റെടുത്ത് സ്വീകരിച്ച് യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികളായി മാറണം.